യുഗാവസാനം സംഭവിച്ചു എന്നും മനുഷ്യപുത്രൻ തന്റെ രാജ്യം ഉടനെ തന്നെ സ്ഥാപിച്ചു എന്നും വചനത്തിലൂടെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. മുൻപ് പലപ്പോഴായി ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു, എങ്കിലും എല്ലാ വചനങ്ങളും ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. താൻ മേഘാരൂഢനായി വരുന്നത് കാണുന്നത് വരെ അവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കില്ല എന്നും ആ തലമുറ ഒഴിഞ്ഞു പോവില്ല എന്നും യാഹുഷ പറയുന്നത് മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിക്കുന്നവരാണ് നമ്മളിൽ പലരും. അതിന് പ്രധാന കാരണം വെളിപാടിൽ പറഞ്ഞിരിക്കുന്നവ സംഭവിച്ചില്ല എന്ന മുൻവിധിയോടെയാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത് തന്നെ. അങ്ങനെ ഒരു ചിന്താഗതിയിൽ ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ വചനത്തെ ഗതി തിരിച്ചുവിടുകയും ചെയ്യുന്നു. കൃപായുഗത്തെപ്പറ്റി വാചാലമാകുന്നവർ അങ്ങനെ ഒരു കാര്യം ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്ന് പോലും മനസ്സിലാക്കുന്നില്ല. ദൈവം തന്റെ ആദ്യ പദ്ധതി ഉപേക്ഷിച്ചു, പുതിയത് തുടങ്ങി എന്നും അവർ വാദിക്കുന്നു. അതിനായി അവർ 2000-ഓ അതിലേറെയോ ആയ ഒരു വിടവിനെ ഡാനിയേലിന്റെ പ്രവചനത്തിൽ ഉൾക്കൊള്ളിക്കാനും മടിക്കുന്നില്ല. ഇങ്ങനെയില്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കണം, ആകെ തുകയിൽ എടുക്കണം. അക്ഷരാർത്ഥത്തിൽ എടുക്കരുത് എന്നൊക്കെ പറയുന്നതല്ലാതെ ഒന്ന് വിലയിരുത്താൻ ആരും തന്നെ ശ്രമിക്കുന്നില്ല. ഇനി പറയുന്ന വചനങ്ങൾ ദയവായി തുറന്ന മനസ്സോടെ ഗ്രഹിക്കുക. യോഹന്നാൻ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. 2000 വർഷങ്ങൾക്കു ശേഷമുള്ള ഒരു കാര്യം സമീപിച്ചു എന്ന് പറയേണ്ടതില്ല. അവനാൽ സ്നാനം ഏൽപ്പാൻ വന്ന പുരുഷാരത്തോടു അവൻ പറഞ്ഞു, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതു ആരാണ്? മാനസാന്തരത്തിനു യോഗ്യമായ ഫലം കായ്പിൻ. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ടുകളയുന്നു. പിന്നീട് യുഗാവസാനത്തെക്കുറിച്ച് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചപ്പോൾ അവൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ചു തീരുകയില്ല എന്നു ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവിടെ യാഹുഷ എന്ന നാമം നിമിത്തം ഉപദ്രവമേൽക്കുന്നവർ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ചു മുന്നേ തന്നെ മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരികയും ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്കു തക്കവണ്ണം പകരം നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് വ്യക്തമാണ്. കൂടാതെ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നതു കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ടു എന്നു യാഹുഷ സത്യമായിട്ട് പറയുന്നു. വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ചു നാണിച്ചാൽ അവനെക്കുറിച്ചു മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ എന്നു മഹാപുരോഹിതൻ ചോദിച്ചപ്പോൾ ഞാനാകുന്നു എന്നും മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തു ഇരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു അവനോട് പറഞ്ഞു. യുഗാവസാനത്തിന് മുന്നേ സകല ജാതികളെ സുവിശേഷം അറിയിക്കുന്നതിനെപ്പറ്റിയും ധാരാളം വചനങ്ങളുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതു ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടു സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ യുഗാന്ത്യത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടു എന്നു അരുളി ചെയ്തു. ക്രിസ്തു കഷ്ടം അനുഭവിക്കയും 3-ാം നാൾ മരിച്ചവരിൽ നിന്നു ഉയിർത്തെഴുന്നേൽക്കയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. കർത്താവേ, നീ ഇസ്രായേലിനു ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നതു എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. റോമാരുടെ വിശ്വാസം ഭൂമിയിലെ എല്ലായിടത്തും പ്രകീർത്തിക്കപ്പെടുന്നതിനാല് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദ്യമേ ഞാൻ യേശുക്രിസ്തു വഴി എന്റെ ദൈവത്തിനു നന്ദി പറയുന്നു എന്ന് പൗലോസ് പറയുന്നു. കൂടാതെ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്നു വ്യതിചലിക്കാതെ സ്ഥിരയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തില് നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ആകാശത്തിനു താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. പൗലോസായ ഞാൻ അതിന്റെ ശുശ്രൂഷകനായി. അതിനെല്ലാം ഉപരി കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ കാണാം. പൗലോസ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ യുഗാവസാനം എത്തിയതായും പറയുന്നുണ്ട്. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്കു മുമ്പാകയില്ല എന്നു ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നു ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ചു ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. കുഞ്ഞുങ്ങളെ, ഇതു അന്ത്യനാഴിക ആകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്ക് അറിയാം. ഇനിയും കുഞ്ഞുങ്ങളെ, കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിനു അവനിൽ വസിപ്പിൻ. ഇപ്പോഴത്തെ കഷ്ടനിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെയിരിക്കുന്നതു അവന് നന്നു എന്നു എനിക്ക് തോന്നുന്നു. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്നു ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇതു ദൃഷ്ടാന്തമായിട്ടു അവർക്കു സംഭവിച്ചു.
യുഗാവസാനം വന്നെത്തിയിരിക്കുന്നു. നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്നു ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ചിലർ ചെയ്യുന്നതുപോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്നു കാണുംതോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തതിന്നു അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്കു പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകുന്നു. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുതോ. ഇതാ, ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിൽ വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതെന്നു ദൈവം അതു അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം തന്റെ ദാസനായ യോഹന്നാനു പ്രദർശിപ്പിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഇതാ, അവൻ മേഘാരൂഢനായി വരുന്നു. ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങൾ ഒക്കെയും അവനെ ചൊല്ലി വിലപിക്കും. പിന്നെ അവൻ എന്നോടു, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടുന്നത് തന്റെ ദാസന്മാർക്കു കാണിച്ചുകൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു. ഇതാ, ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അവൻ പിന്നെയും എന്നോട് പറഞ്ഞതു, സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുതു. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ, ഞാൻ വേഗം വരുന്നു. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്കു തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ടു. ഇത് സാക്ഷീകരിക്കുന്നവൻ, അതെ, ഞാൻ വേഗം വരുന്നു എന്നു അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ, വരേണമേ. യാഹുഷ വേഗം വരുന്നതായി വെളിപാടിൽ കൂടുതൽ തവണ ആവർത്തിച്ചു പറയുന്നുണ്ട്. മത്തായി 24, മാർക്കോസ് 13, ലൂക്കോസ് 21 എന്നീ 3 അധ്യായങ്ങൾ മുഴുവൻ പറയുന്നതും ദൈവാലയ നാശത്തെപ്പറ്റിയും യുഗവസാനത്തെപ്പറ്റിയും കർത്താവിന്റെ ആഗമനത്തെക്കുറിച്ചുമാണ്. യാഹുഷ പറഞ്ഞതുപോലെ യഥാസമയത്തു അവന്റെ രാജ്യം സ്ഥാപിച്ചു. അതിൽ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നമ്മുടെ അവസരം വരുമ്പോൾ ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് ഉണ്ടെങ്കിൽ നമ്മളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. അതിനായി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്തു നിങ്ങളും ഇരിക്കേണ്ടതെന്നു പിന്നെയും വന്നു നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.